Hello friends, welcome to Lawcast. Today's topic is understanding industrial disputes. In India, industrial disputes are governed primarily by the Industrial Disputes Act 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് കെയിൽ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത്. Industrial dispute means any dispute or difference between employers and employers, or between employers and workmen, or between workmen and workmen, which is connected with the employment or non-employment or the terms of employment or with the conditions of labor of any person. ഒരു ഫാക്ടറിയിലോ ഓഫീസിലോ തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും തമ്മിലോ അല്ലെങ്കിൽ തൊഴിലാളികൾ തമ്മിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിനെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് കെയിൽ പറയുന്നതും ഇതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രശ്നം തൊഴിലാളികളും തൊഴിലുടമയും തമ്മിൽ വന്നാൽ അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന ഡെഫിനിഷനിൽ വരും. Causes of industrial disputes: wages and salary issues, poor working conditions, long working hours, safety measures, leave and holidays, retrenchment and layoff, dismissal and termination, promotion and career growth. എന്തെല്ലാമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ കാരണങ്ങൾ? ശമ്പളവും അലവൻസും റിലേറ്റഡ് ആയിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം. ഉയർന്ന ശമ്പളത്തിനായുള്ള ആവശ്യം, ബോണസ്, ഇൻസെന്റീവ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, ദൈർഘ്യമേറിയ ജോലി സമയം, സുരക്ഷിതമല്ലാത്ത ജോലിസ്ഥലം, അവശ്യ സൗകര്യങ്ങളുടെ അഭാവം, പിരിച്ചുവിടൽ ഓർ ലേ ഓഫ്, നിയമനം പ്രൊമോഷൻ സംബന്ധിച്ച തർക്കങ്ങൾ, തൊഴിലാളികളോടുള്ള അവഗണന, അന്യായമായി പിരിച്ചുവിടൽ, ഹോളിഡേ ലീവ് സംബന്ധിച്ച തർക്കങ്ങൾ എന്നിവയെല്ലാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ കാരണങ്ങളായി വരാം. Authorities under the Industrial Disputes Act: Works Committee, Conciliation Authorities, Conciliation Officer, Board of Conciliation, Courts of Inquiry, Labor Courts, Industrial Tribunals, National Tribunals. വർക്ക് കമ്മിറ്റി ചെറിയ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ വർക്ക് കമ്മിറ്റി മുമ്പാകെ സാധിക്കും. അതുപോലെ ഒരു ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കൺസീലിയേഷൻ അതോറിറ്റീസ് മതിയാവും. പ്രശ്നങ്ങളിലെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്യുന്നതാണ് കോർട്ട് ഓഫ് ഇൻക്വയറി. ലേബർ കോർട്ട്, ഇൻഡസ്ട്രിയൽ കോർട്സ് എന്നീ കോടതികൾ വഴി പിരിച്ചുവിടൽ, സാലറി റിലേറ്റഡ് ഇഷ്യൂസ്, ലീവ് ആൻഡ് ഹോളിഡേ ഇഷ്യൂസ് എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നാഷണൽ ട്രിബ്യൂണൽ ദേശീയ പ്രാധാന്യമുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് നാഷണൽ ട്രിബ്യൂണലിലൂടെയാണ്. Thank you for watching Lawcast.